Welcome to Commerce Tutorial with Dr. Ronnie Jane Raju. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്വാസി കോൺട്രാക്ട്സ്. ക്വാസി തുടക്കത്തിൽ തന്നെ പറയാം, ദിസ് ഈസ് നോട്ട് ആൻ ആക്ച്വൽ കോൺട്രാക്റ്റ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള കോൺട്രാക്റ്റ് അല്ല ഇത്. എങ്കിൽ പോലും ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എൻഫോഴ്സിബിലിറ്റി ഉള്ള ഒരു തരം കോൺട്രാക്റ്റുകളാണ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നതിന് മുൻപ് ഐ എം പുട്ട് ഫോർവേഡിങ് ആൻ എക്സാമ്പിൾ ദറ്റ് ഈസ് A has direct his servant to deliver certain goods to B. But a servant, instead of delivering the goods to B, deliver that goods to C by mistaking that it is for C. എ അയാളുടെ സെർവൻറ്റിൻ്റെ അടുത്ത് ബിക്ക് ഒരു പെർട്ടിക്കുലർ ഗുഡ്സ് കൊടുക്കാൻ ഏൽപ്പിക്കുമ്പോൾ സെർവൻറ്റ് തെറ്റി ആർക്കത് കൊടുക്കുന്നത്? സിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം യഥാർത്ഥത്തിൽ അത് ബിക്ക് കൊടുക്കേണ്ട സംഭവമായിരുന്നു, പക്ഷേ അത് തെറ്റി ആർക്കാണ് കൊടുത്തത്? തെറ്റി സിക്കാണ് കൊടുത്തത്. ആൻഡ് സി ഹാസ് റിസീവ് ദറ്റ് ഗുഡ്സ് ആൻഡ് ഹി കൺസ്യൂംസ് ഇറ്റ്. ഇൻ സച്ച് എ കേസ്, even though there is no previous contract between A and C, but as per the principle of equity, the C is liable to pay the value of goods which he received from A. ശരിയല്ലേ പറയുന്നത്? എ ബിക്ക് കൊടുക്കേണ്ട സാധനം തെറ്റി സിക്ക് കൊടുത്തു. സി ഇത് അയാളുടേതെന്ന് വിചാരിച്ച് അത് സ്വന്തമായിട്ട് ഉപയോഗിച്ചെങ്കിൽ അവിടെ എയും സിയും തമ്മിൽ കോൺട്രാക്റ്റുകൾ ഇല്ലെങ്കിൽ പോലും സി അതിൻ്റെ വാല്യൂ, ഗുഡ്സിൻ്റെ വാല്യൂ എക്ക് കൊടുക്കണം എന്നാണ് യഥാർത്ഥം. നമ്മൾക്കല്ലേ നോർമൽ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി എന്നുള്ള രീതിയിൽ അത് കൊടുക്കണമെന്നാണ്. യഥാർത്ഥത്തിൽ എയും സിയും തമ്മിൽ യാതൊരു കോൺട്രാക്റ്റുകളുമില്ല. പക്ഷേ ബട്ട് ദർ ഈസ് സംതിങ് വിച്ച് മേക്സ് എ കോൺട്രാക്ട് ഓ ക്വാസി കോൺട്രാക്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് നോർമലി ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ കോൺട്രാക്ട്സുകളൊന്നുമില്ല. പക്ഷേ ഹിയർ ദ സി ഈസ് ബൗണ്ട് ടു പേ സം മണി ഇൻ കൺസിഡറേഷൻ ഓഫ് സംതിങ് വിച്ച് ഈസ് ഡൺ ബൈ ദ എ. അല്ലേ? സി പോലും അറിയാതെ എ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ എയുടെ ഒരു പ്രവൃത്തിക്ക് അല്ലെങ്കിൽ എയുടെ ഗുഡ്സിന് വേണ്ടി സി മണി പേ ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷേ ഇവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള കോൺട്രാക്റ്റുകളുമില്ല. പക്ഷേ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി or on the ground of equity, the C is compelled to pay something to A, right? So this is called what? Quasi contract. So the quasi contract is not an actual contract, but it is a one which arises often due to an obligation. The obligation which created between the parties is treated as a contract. മനസ്സിലായോ? അതായത് ഇവർ യഥാർത്ഥത്തിൽ കോൺട്രാക്റ്റുകളൊന്നുമല്ല, ബട്ട് ഇറ്റ് റിസംബിൾസ് എ കോൺട്രാക്ട്. പക്ഷേ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവരുടെ ഒബ്ലിഗേഷൻ, അല്ലേ? എ അത് തെറ്റി സിക്ക് കൊടുത്തപ്പോൾ സി അയാളുടെ നിന്ന് മേടിച്ച് ഉപയോഗിച്ചപ്പോൾ സി ഹാവ് ടു പേ ദ മണി ടു എ, റൈറ്റ്? അപ്പോൾ ആ ഒരു ഒബ്ലിഗേഷൻ, ആ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒബ്ലിഗേഷനിലൂടെ ഒരു മറ്റൊരു കോൺട്രാക്റ്റ് വരിതിരിഞ്ഞു വരികയായിരുന്നു. ദിസ് ഈസ് കോൾഡ് വാട്ട്? ക്വാസി കോൺട്രാക്ട്. So a quasi contracts are they are not an actual contract. Quasi contract are the relations or the obligations resembling those created by contract. There are some obligations. That obligation is same as that of a contract, and it is recognized by court of law on the principle of equity, and it is enforceable in the court of law. Okay, and it is an exceptional kind of contract by which the one party is bound to pay money in consideration of something done or something suffered by the other party. Okay, യഥാർത്ഥത്തിൽ അത് കോൺട്രാക്റ്റ് അല്ല, പക്ഷേ അതെന്താണ്? ഇറ്റ് ഈസ് എൻ എക്സെപ്ഷണൽ കൈൻഡ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. ആ കോൺട്രാക്റ്റ് പ്രകാരം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വൺ പാർട്ടി ഹാസ് ടു പേ സം മണി ഫോർ ദ കൺസിഡറേഷൻ വിച്ച് ഇസ് ഗിവൺ ബൈ ദി അതർ പാർട്ടി. നോർമലി ഇറ്റ് റിസംബിൾസ് എ കോൺട്രാക്ട്, but normally it is enforceable in court of law, because quasi contract normally അത് quasi കോൺട്രാക്റ്റ് ആണെന്ന് പറഞ്ഞാൽ സ്വയമേ പോയി ചെയ്യുന്നതല്ല, പക്ഷേ അവർ പോലും അറിയാതെ ഉൾത്തിരിഞ്ഞു വരുന്ന കോൺട്രാക്റ്റുകളാണ്, അല്ലേ? നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തി ലൈബിളായി മാറുകയാണ്.
അപ്പോൾ അതാണ് കോസി കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചിന്തിച്ച് നോക്കിക്കേ, കോൺട്രാക്റ്റും കോസി കോൺട്രാക്ട്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നോർമലി കോൺട്രാക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ രണ്ട് വ്യക്തികളുണ്ട് അല്ലേ, രണ്ട് വ്യക്തികളുണ്ട്. ദേ ഹാവ് എക്സ്പ്രസ്ഡ് ദെയർ ഒബ്ലിഗേഷൻസ് അല്ലേ, അവരുടെ that contract is come from that contract results from the will of the party. അവർ സ്വമേധ ഇഷ്ടപ്പെട്ടവർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതാണ് അല്ലേ. അതേസമയം കോസി കോൺട്രാക്റ്റ് എന്നല്ല, അവർ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ല, അവർ എന്താ പറയുക, they are bound to perform the obligation അല്ലേ. അല്ലാതെ അവരിഷ്ടപ്പെട്ട് ചെയ്ത് അവരുടെ ആഗ്രഹപ്രകാരം ഉരുത്തിരിഞ്ഞു വന്ന കോൺട്രാക്റ്റ് ഒന്നുമല്ല, അവർ ആ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യാൻ കാരണഭൂതരായി മാറുകയായിരുന്നു. കോസി കോൺട്രാക്റ്റിൽ എഗ്രിമെൻറ്റുകളൊന്നുമില്ല, പക്ഷേ കോൺട്രാക്റ്റിൽ എന്തുണ്ട്, എഗ്രിമെൻറ്റുകളുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺട്രാക്റ്റ് വാലിഡ് ആകണമെങ്കിൽ ഇവിടെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ കോസി കോൺട്രാക്റ്റ് വാലിഡ് ആകണമെങ്കിൽ യാതൊരു തരത്തിലുള്ള എസെൻഷ്യൽ എലമെൻറ്റുകളും. മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, കോസി കോൺട്രാക്റ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് എ കോൺട്രാക്ട്, ഇറ്റ് റിസംബിൾസ് എ കോൺട്രാക്ട്. കോൺട്രാക്ട് പോലെ ഇരിക്കുന്നതേ ഉള്ളൂ, പക്ഷേ കോൺട്രാക്റ്റ് അല്ല അല്ലേ. കോൺട്രാക്ട് ഇറ്റ് ഈസ് എ വൺ ഫുൾ ഫ്ലെഡ്ജഡ് അല്ലേ, എല്ലാ എസെൻഷ്യൽസും ഫുൾഫിൽ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജഡ് കോൺട്രാക്റ്റുകളാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ബട്ട് കോസി മീൻസ് ഇറ്റ് ഇസ് എ വൺ വിച്ച് ഇറ്റ്സ് സെയിം ആസ് ദാറ്റ് ഓഫ് എ കോൺട്രാക്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ആൻ ആക്ച്വൽ കോൺട്രാക്ട്. മനസ്സിലായോ? അവർ സ്വമേധയാ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രിമെൻറ്റ് ഫോം ചെയ്ത് വന്നതൊന്നുമല്ല, ബട്ട് ദേ ആർ ബൗണ്ട് ടു പെർഫോം, ദേ ആർ ബൗണ്ട് ടു പേ ദി ഒബ്ലിഗേഷൻസ്. ഒരു ഒബ്ലിഗേഷൻ അവർ തമ്മിൽ ഉണ്ടാവുകയാണ്, അങ്ങനെ അവർ തമ്മിൽ കോൺട്രാക്റ്റായിട്ട് മാറുകയാണ്. ഏതെന്ന് പറയുന്നത് കോസി കോൺട്രാക്റ്റുകളെന്ന് പറയുന്നത്. There are different kinds of quasi contract. The one is about a necessary supply to a person who is incapable of contracting. അതായത് ഒരു വ്യക്തി, ആ പർട്ടിക്കുലർ വ്യക്തി എന്ന് പറയുന്നത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ കേപ്പബിൾ അല്ലാത്ത വ്യക്തി. നമുക്കറിയാം ആരൊക്കെ ആയിരിക്കും അത്തരം ആളുകൾ. മൈനേഴ്സ്, അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ, അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ്. They are people who they are not capable of entering into valid contract. അപ്പോൾ അങ്ങനെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് നമ്മൾ നെസസറീസ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ മൈനറിൻ്റെ കേസിലൊക്കെ പഠിച്ചതാണ്, മൈനർക്ക് കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുന്നത് വോയിഡാണ്. എന്നാൽ മൈനറിന് നെസസറി സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകൾ വാലിഡാണ്. അത് ആരാണോ നെസസറി സപ്ലൈ ചെയ്യുന്നത്, ആ നെസസറി സപ്ലൈ ചെയ്യുന്ന വ്യക്തിക്ക് ആ ഇൻകേപ്പബിൾ ആയ വ്യക്തിയുടെ പ്രോപ്പർട്ടിയിൽ നിന്നും അതിൻ്റെ എമൗണ്ട് റീഇംബേഴ്സ് ചെയ്ത് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ഇത് എന്ന് പറയുന്നത് ഒരു ക്വാസി കോൺട്രാക്റ്റ് ആണ്. That means if a person is incapable of entering into a valid contract, or anyone whom he is legally bound to support, അതായത് ഒന്നുകിൽ ആ വ്യക്തിക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റാത്ത വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ ഒരു വ്യക്തി സപ്പോസ് നമുക്കറിയാം പേരൻസ് എന്ന് പറയുന്നത് മക്കളെ സപ്പോർട്ട് ചെയ്യേണ്ടത്, മക്കൾക്ക് എല്ലാ കാര്യങ്ങളും ഫെസിലിറ്റീസ് ഓഫർ ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. They are the people who is legally bound to support. The parents are the people who is bound to support the children. കുട്ടികളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? പേരൻ്റാണ്. അതാണ് പറഞ്ഞത്. ലീഗലായിട്ട് ഒന്നുകിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ കേപ്പബിൾ അല്ലാത്ത വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വ്യക്തി നമ്മൾ സഹായിക്കേണ്ട ചുമതല ഉള്ള വ്യക്തികൾ, നമ്മൾക്ക് അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മൾ നെസസറി സപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ആ നെസസറി സപ്ലൈ ചെയ്ത് ആർക്കാണ് നമ്മൾ നെസസറി സപ്ലൈ ചെയ്യുന്നത്, അവരുടെ പ്രോപ്പർട്ടിയിൽ നിന്നും ആ പണം നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടാവുന്നതാണ്. ഇഫ് എ പേഴ്സൺ ഈസ് ഇൻകേപ്പബിൾ ഓഫ് എൻ്ററിങ് ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട് ഓർ എനി വൺ ഹും ഹീ ഈസ് ലീഗലി ബൗണ്ട് ടു സപ്പോർട്ട് ഈസ് സപ്ലൈഡ് ബൈ അനദർ പേഴ്സൺ വിത്ത് നെസസറീസ്, then the person who has furnished such supplies is entitled to be reimbursed from the property of the incapable person. കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റാത്ത വ്യക്തികളോ, അല്ലെങ്കിൽ നമ്മൾ സഹായിക്കേണ്ട ചുമതലയുള്ള വ്യക്തികൾക്കോ നമ്മൾ നെസസറീസ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നെസസറി സപ്ലൈ ചെയ്ത എമൗണ്ടിൽ അവരുടെ പ്രോപ്പർട്ടിയിൽ നിന്നും നമുക്ക് ഈടാക്കാവുന്നതാണ്. അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻ നമ്പർ 1, നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് നെസസറി ടൈപ്പ് ഗുഡ്സ് ആയിരിക്കണം. ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, അല്ലെങ്കിൽ സർവീസസ് ആണെങ്കിൽ ലീഗൽ എയ്ഡ്, എഡ്യൂക്കേഷൻ, മെഡിക്കൽ എയ്ഡ്, അത്തരം സഹായങ്ങളായിരിക്കണം. 2, ഈ ഗുഡ്സ് കൊടുക്കുന്നത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ കേപ്പബിൾ അല്ലാത്ത വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പെൻഡൻസ്, നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട വ്യക്തികൾ കാണും, നമ്മുടെ കുട്ടികൾ, നമ്മുടെ സ്പൗസ്, അപ്പോൾ അങ്ങനെയുള്ള ആളുകളായിരിക്കണം. 3, നമ്മളങ്ങനെ നെസസറി സപ്ലൈ ചെയ്യുന്നത് അവരോട് ദയ തോന്നിയൊന്നും ആയിരിക്കാൻ പാടില്ല.
that such necessaries must not have been supplied out of mere kindness or pity. നമുക്ക് അവരോട് ദയ തോന്നി ചെയ്തൊന്നും ആകാൻ പാടില്ല. അപ്പം അങ്ങനെ ചെയ്തൊന്ന് അവരുടെ കൈൻഡ്നെസ്സിന് പുറത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇത് കോസി കോൺട്രാക്റ്റ് ആയിട്ട് മാറത്തില്ല. അതാണ് പറഞ്ഞത്. ഇഫ് എ പേഴ്സൺ ഈസ് ഇൻകേപ്പബിൾ ഓഫ് എൻ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട് ഓർ എനി വൺ ഹൂ ഈസ് ലീഗലി ബൗണ്ട് ടു സപ്പോർട്ട് ഈസ് സപ്ലൈഡ് ബൈ അനദർ പേഴ്സൺ വിത്ത് സം നെസസറീസ്, ദ പേഴ്സൺ ഹു ഹാസ് സപ്ലൈഡ് ദ നെസസറി ക്യാൻ റീഇംബേഴ്സ്ഡ് ദ എമൗണ്ട് ഫ്രം ദ പ്രോപ്പർട്ടി ഓഫ് സച്ച് ഇൻകേപ്പബിൾ പേഴ്സൺ. കണ്ടീഷൻ, ഗുഡ്സ് നെസസറി ആയിരിക്കണം, അത് കൊടുക്കുന്നത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ കേപ്പബിൾ അല്ലാത്ത വ്യക്തികൾ അല്ലെങ്കിൽ അയാളുടെ ഡിപ്പെൻഡൻസിനായിരിക്കണം. സച്ച് നെസസറീസ് മസ്റ്റ് ബി ഗിവൺ മസ്റ്റ് ഹാവ് നോട്ട് ബി സപ്ലൈഡ് ഔട്ട് ഓഫ് മിയർ കൈൻഡ്നെസ് ഓർ പിറ്റി. സെക്കൻഡ് ടൈപ്പ് ഓഫ് കോസി കോൺട്രാക്ട് ഈസ് പേയ്മെൻറ്റ് ബൈ എൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നേരത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എ എന്ന് പറയുന്നത് ഒരു വാടകക്കാരനാണ്. സപ്പോസ് എ ഇസ് എ ടെനൻറ്റ് ആൻഡ് വേറസ് ദ ബി ഇസ് ഹിസ് ലാൻഡ് ലോഡ്, റൈറ്റ്? എ ടെനൻ്റാണ്, ബി അയാളുടെ ലാൻഡ് ലോഡാണ്. ഇഫ് ബി ഫെയിൽസ് ടു പേ ടാക്സ് ടു ദ ഗവൺമെൻറ് ആൻഡ് ദ സെറ്റ് ലാൻഡ് ഈസ് ബോട്ട് ഫോർ സെയിൽ ബൈ ദ ഗവൺമെൻറ്, സോ ഇൻ ഓർഡർ ടു സേവ് ദാറ്റ് ലാൻഡ് ദ എ വിൽ കം ആൻഡ് pay the arrears of tax which is due to the government on behalf of landlord B. So that means for saving the land from being sold in public auction, who comes? A comes in and he will send the arrears of tax and save the property of landlord B. In such a case, A is entitled to recover the amount, the paid amount from B under cozy contract. ഇത് രണ്ടാമത്തെ സാഹചര്യം. അതായത് എ ഒരു വാടകക്കാരനാണ്, ബി അയാളുടെ വീടിന് അയാളുടെ വാടകയ്ക്ക് നിൽക്കുന്നിടത്തിൻ്റെ സപ്പോസ് ഫോർ എക്സാമ്പിൾ എ ഈസ് എ ടെനൻറ്റ് ആൻഡ് ഹി ഈസ് കൾട്ടിവേറ്റിംഗ് ദ ലാൻഡ് വിച്ച് ബിലോങ് ടു ബി. ബിയുടെ സ്ഥലത്താണ് എ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ലാൻഡിൻ്റെ ലാൻഡ് ടാക്സ് പ്രോപ്പർട്ടി ടാക്സ് ഒന്നും ഇയാൾ അടയ്ക്കുന്നില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ടാക്സ് അടയ്ക്കാതെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു ഇത് ഗവൺമെൻറ് ഇതിന് ലേലത്തിന് വെക്കുന്നു. ഗവൺമെൻറ് ഇത് ഗവൺമെൻറ് ഇത് ഏറ്റെടുത്ത് ലേലത്തിന് വെക്കുന്നു. അപ്പോൾ അങ്ങനെ അത് വിൽക്കാതിരിക്കുന്നതിന് വേണ്ടി ബിക്ക് പകരം ബി അതായത് വീട്ടിൻ്റെ ആ സ്ഥലത്തിൻ്റെ ഉടമയായ ബി അടയ്ക്കാത്തത് കൊണ്ടാണ് ലേലത്തിന് വെക്കുന്നത്. അപ്പോൾ അവിടുത്തെ വാടകക്കാരനായ എ വന്നിട്ട് ആരിയേഴ്സ് എല്ലാം അടയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ അങ്ങനെ അടച്ച് ആ പ്രോപ്പർട്ടി അങ്ങനെ സേവ് ചെയ്യുമ്പോഴത്തേക്ക് എ ക്യാൻ റിക്കവർ ദ സഡ് എമൗണ്ട് ഫ്രം ബി. ആക്ച്വലി എയും ബിയും തമ്മിൽ യാതൊരു കോൺട്രാക്റ്റും ഇല്ല. പക്ഷേ ആ പ്രോപ്പർട്ടി പബ്ലിക് ഓഷന് പോകാതിരിക്കുന്നതിന് വേണ്ടി എ ആ എമൗണ്ട് അടച്ചു. ആ കേസിൽ ബിയുടെ ഉത്തരവാദിത്തമാണ് അത് എ അടച്ച എമൗണ്ട് എക്ക് മടക്കി കൊടുക്കുക എന്ന് പറയുന്നത്. ദിസ് ഈസ് വാട്ട് കോസി കോൺട്രാക്ട്. ഇതാണ് പറയുന്നത് പേയ്മെൻറ്റ് ബൈ എൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ. എ പേഴ്സൺ ഹൂ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ പേയ്മെൻറ്റ് ഓഫ് മണി വിത്ത് അനദർ ഈസ് ബൗണ്ട് ബൈ ലോ ടു പേ ആൻഡ് ഹൂ ദർഫോർ പേയ്സ് ഇറ്റ് ഈസ് എൻടൈറ്റിൽഡ് ടു ബി റീഇംബേഴ്സ്ഡ് ബൈ ദി അതർ. ഒരു വ്യക്തി, എ പേഴ്സൺ ഹു ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ പേയ്മെൻറ്റ് ഓഫ് മണി വിച്ച് അതർ ഈസ് ബൗണ്ട് ബൈ ലോ ടു പേ. മറ്റൊരാൾ അടയ്ക്കേണ്ട ഒരു പേയ്മെൻറ്റ് ഒരു വ്യക്തി അടച്ചു. ആൻഡ് ദാറ്റ് പേഴ്സൺ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് പേയ്മെൻറ്റ്. കാരണം അയാളുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഇയാൾ താമസിക്കാൻ ഇയാൾ കൃഷി ചെയ്യുന്ന ആ സ്ഥലമാണ് ഓഷന് വേണ്ടി വെച്ചത്. അപ്പോൾ ഇയാൾക്കും അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ടാക്സ് അടയ്ക്കേണ്ട ഉത്തരവാദിത്വം എയ്ക്കല്ലായിരുന്നു, ബിക്കായിരുന്നു. പക്ഷേ ടാക്സ് അടച്ചത് ആരാണ്? എ ആണ്. ആ കേസിൽ ആരായിരിക്കും? ഇൻ ദാറ്റ് കേസ് ഇഫ് ദാറ്റ് പേഴ്സൺ ഹാസ് പെയ്ഡ് സം എമൗണ്ട്, ഇൻ ദാറ്റ് കേസ് ദാറ്റ് എമൗണ്ട് ദ പേഴ്സൺ ഹു പെയ്ഡ് ദാറ്റ് എമൗണ്ട് ക്യാൻ റീഇംബേഴ്സ്ഡ് ദ എമൗണ്ട് ഫ്രം ദി അനദർ പേഴ്സൺ. കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ, ദ പേഴ്സൺ ഓൺ ഹൂം ദ എമൗണ്ട് ഇസ് പെയ്ഡ് ഇസ് ബൗണ്ട് ടു പേ. അതായത് നോർമലി ഈ അടയ്ക്കുന്ന ഈ വ്യക്തി ആയിരിക്കത്തില്ല, അടച്ച വ്യക്തിക്ക് ആയിരിക്കത്തില്ല യഥാർത്ഥത്തിൽ അടയ്ക്കേണ്ട ഉത്തരവാദിത്തം, മറ്റൊരു വ്യക്തിക്കായിരിക്കും അടയ്ക്കേണ്ട ഉത്തരവാദിത്തം. അതുപോലെ തന്നെ അടച്ച വ്യക്തിക്ക് ഹി ഹാവ് സം ഇൻട്രസ്റ്റ് ഇൻ ദ പേയ്മെൻറ്റ്. നമ്മളിവിടെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ അയാൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. അപ്പോൾ അയാൾക്ക് അതിനകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഹി ഹാവ് എൻ ഇൻട്രസ്റ്റ് ഇൻ ദ പേയ്മെൻറ്റ് ആൻഡ് ദർ ഈസ് സം ലീഗൽ ഓർ അതർ കൊയസീവ് പ്രോസസ് കമ്പലിങ് ദ പേയ്മെൻറ്റ്. ആ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട സമയമായി അല്ലെങ്കിൽ അവിടെ ഒരു ലീഗൽ സിസ്റ്റം അവരെ കമ്പൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കമ്പനിയുടെ പുറത്താണ് അവരത് അടയ്ക്കേണ്ടതായിട്ട് വന്നത്. ആ കേസിൽ ആ പ്രോപ്പർട്ടി അടച്ച് മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയാണ് ഇയാൾ പൈസ അടച്ചെങ്കിൽ ആർക്ക് വേണ്ടിയാണോ അടച്ചത് ആ വ്യക്തി ഈ പണം റീഫണ്ട് ചെയ്ത് കൊടുക്കണം. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കോസി കോൺട്രാക്ട്. മൂന്നാമത്തെ ലയബിലിറ്റി ടു പേ നോൺ ഗ്രാറ്റിറ്റ്യൂസ് ആക്ട്.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നേരത്തെ കോസിയുടെ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ എന്താ പറഞ്ഞത്, കോസിയുടെ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഇഫ് എ പർട്ടിക്കുലർ ഫോർ എക്സാമ്പിൾ ആമസോണിൽ നിന്ന് വന്നൊരു ഡെലിവറി ബോയ് ഹി ബൈ മിസ്റ്റേക്ക് എനിക്ക് വന്നൊരു ഗുഡ്സാണ്, എനിക്ക് വന്നൊരു ഒരു ഐറ്റമാണ് അത്. ബൈ മിസ്റ്റേക്ക് ഹീസ് ഡെലിവേർഡ് ദ ഗുഡ്സ് ടു ബിയുടെ വീട്ടിൽ കൊണ്ട് വെച്ചു. ആൻഡ് ദാറ്റ് കേസിൽ ബി അത് അറിയാതെ എയുടേതായിട്ട് ബി അത് അറിഞ്ഞില്ല, അത് അയാളുടെ അറിയാതെ അയാൾക്കല്ല അത് ബിക്കുള്ള ഐറ്റം അല്ല എന്നറിയാതെ ബി ഹാസ് യൂസ്ഡ് ദറ്റ് പർട്ടിക്കുലർ ഐറ്റം. പക്ഷേ അത് ശരിക്കും ബിയുടെ ആയിരുന്നു, അല്ല എയുടെ ആയിരുന്നു. പക്ഷേ അത് ബിയുടെ മിസ്റ്റേക്കായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ് ദി കേസിൽ ബി അത് അറിയുന്നില്ല, അല്ല ബിയുടെ ബിക്ക് വന്നതല്ല എന്ന് ബി അറിയുന്നില്ല, പക്ഷേ യഥാർത്ഥത്തിൽ അത് എക്ക് വന്നതായിരുന്നു. പക്ഷേ ബൈ മിസ്റ്റേക്ക് ബി ഹാസ് യൂസ്ഡ് ഇറ്റ്. ഇൻ ദാറ്റ് കേസ് ബി എന്ത് ചെയ്യണം, ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ദ ബി ഈസ് ബൗണ്ട് ടു പേ ദി എമൗണ്ട് ടു എ. ഗുഡ്സ് ആ സാധനം കയ്യിലുണ്ടെങ്കിൽ അതായിട്ട് റിട്ടേൺ ചെയ്യുക, ഇനി അത് കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കുക. അതാണ് പറഞ്ഞത് ലയബിലിറ്റി ടു പേ നോൺ ഗ്രാറ്റിറ്റ്യൂസ് ആക്ട്. When a person lawfully does anything for another person or deliver anything to him not intending to do so gratuitously, and such other person enjoys the benefit, and the latter is bound to make compensation to the former in respect or to restore the things so done or delivered. Or when a person has lawfully does something for the another person, or he has delivered anything നോട്ട് ഇൻറ്റൻഡിങ് ടു ഡു ഗ്രാറ്റിറ്റ്യൂസ്ലി. ഒന്നെങ്കിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എന്തോ സഹായം ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ കൺസിഡറേഷൻ നോൺ കൺസിഡറേഷൻ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ കൺസിഡറേഷൻ ഇല്ലാതെ ഒരു ഗ്രാറ്റിറ്റ്യൂസ് മീൻസ് വിത്തൗട്ട് കൺസിഡറേഷൻ ഇല്ലാത്ത എന്തോ ഒരു കാര്യം ഡെലിവറി ചെയ്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ബെനിഫിറ്റ് എൻജോയ് ചെയ്ത വ്യക്തി അത് എന്ത് ചെയ്യണം, സച്ച് അതർ പേഴ്സൺ ഹു എൻജോയ് ദ ബെനിഫിറ്റ് ഹാവ് ടു മേക്ക് കോമ്പൻസേഷൻ. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വ്യക്തിക്ക് കോമ്പൻസേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഗുഡ്സ് ഉണ്ടെങ്കിൽ ഹി ഹാവ് ടു റീസ്റ്റോർ ദ ഗുഡ്സ് വിച്ച് ഈസ് ഡെലിവേർഡ്. കണ്ടീഷൻസ് ഇതായിരിക്കണം, ദറ്റ് ആക്ട് മസ്റ്റ് ബി ഡൺ ലോഫുള്ളി ആൻഡ് മസ്റ്റ് ബി വിത്തൗട്ട് ഇറ്റ് മസ്റ്റ് ബി ഡൺ ഗ്രാറ്റിറ്റ്യൂസ്ലി മീൻസ് വിത്തൗട്ട് കൺസിഡറേഷൻ ഇല്ലാതെ വേണം കൊടുക്കുന്നതിന് വേണ്ടി, ആൻഡ് ദറ്റ് പേഴ്സൺ ഹാസ് എൻജോയ്ഡ് ദ ബെനിഫിറ്റ്. മനസ്സിലായോ? നിങ്ങൾ എക്സാമ്പിൾ ഓർത്താൽ മതി, അപ്പോൾ നിങ്ങൾക്കത് വേഗം മനസ്സിലാക്കാൻ സാധിക്കും. നാലാമത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വാസി കോൺട്രാക്റ്റ് ആണ് ഒബ്ലിഗേഷൻ ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്. നമുക്കറിയാം ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്, സംതിങ് ഹു ഇസ് എ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്, ദ പേഴ്സൺ ഹു ഫൈൻഡ് ഗുഡ്സ് വിച്ച് ഇസ് ബിലോങ്ങിങ് ടു അനദർ പേഴ്സൺ ഇസ് കോൾഡ്, അല്ല ഒരു മറ്റൊരു കളഞ്ഞു കിട്ടിയ സാധനം, അല്ല കളഞ്ഞു കിട്ടിയ മറ്റൊരു വ്യക്തിയുടെ സാധനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയ സാധനം കണ്ടുകിട്ടിയ ആളെ വിളിക്കുന്ന പേരാണ് ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഫൈൻഡർ ഓഫ് ഗുഡ്സിൻ്റെ പ്രത്യേകത ഹി മസ്റ്റ് ടേക്ക് കെയർ ഓഫ് ദ സഡ് ഗുഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സെയിം പ്രോപ്പർട്ടി. അയാൾ ആരുടെങ്കിലും ഒരാളുടെ വസ്തു നിലത്ത് കിടന്ന് നമുക്കിത് കണ്ടുകിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുന്ന പേര് ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്നാണ്. നമ്മളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദ ഗുഡ്. നമ്മളത് ഗുഡ്സ് നമ്മൾ പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഓണർക്ക്, ട്രൂ ഓണർക്ക് ആ ഗുഡ്സ് നമ്മൾ തിരികെ കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത് വി ഷുഡ് നോട്ട് യൂസ് എ പെർട്ടിക്കുലർ ഗുഡ് ഫോർ അവർ ഓൺ യൂസ്, പേഴ്സണൽ യൂസിന് വേണ്ടി ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഫൈൻഡർ ഓഫ് ഗുഡ്സിൻ്റെ പ്രത്യേകത ഹു ഇസ് എ ഫൈൻഡർ ഓഫ് ഗുഡ്, ദ പേഴ്സൺ ഹു ഫൈൻഡ് ഗുഡ്സ് വിച്ച് ബിലോങ്ങിങ് ടു അനദർ പേഴ്സൺ and he has taken them into his custody, then he is called a finder of goods. So what the finder of good have to do, he have to take care of the particular good, and he should not use that particular good for his own use, and he should try to find the true owner of the good. അതിനൊപ്പം തന്നെ ട്രൂ ഓണറിനെ കണ്ടുകിട്ടുന്ന സമയത്ത് ഇയാൾ ഈ ഗുഡ്സിനെ ടേക്ക് കെയർ ചെയ്യുന്നതിന് വേണ്ടി ഇയാൾക്ക് എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസസ് റീഇംബേഴ്സ് ചെയ്ത് മേടിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതാ പറഞ്ഞത് ഫൈൻഡർ ഓഫ് ഗുഡ്. അപ്പം ഇപ്പോൾ ഈ എക്സ്പെൻസസ് റീഇംബേഴ്സ് ചെയ്ത് മേടിക്കുന്നതും അതും എന്ത് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റാണ്? ക്വാസി കോൺട്രാക്റ്റാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ട്രൂ ഓണറും ഫൈൻഡർ ഓഫ് ഗുഡ്സും തമ്മിൽ യാതൊരു കോൺട്രാക്റ്റുമില്ല. പക്ഷേ ഇയാൾ നഷ്ടപ്പെട്ടു പോയി കിട്ടിയാണ്, അവർ പോലും അറിയാതെ അവരെന്താകുകയായിരുന്നു, കോൺട്രാക്റ്റിൽ എൻ്റർ ആകുകയായിരുന്നു. മനസ്സിലായി പറയാം. അപ്പോൾ ക്വാസി കോൺട്രാക്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദിസ് ഇസ് നോട്ട് എൻ ആക്ച്വൽ കോൺട്രാക്ട്, ബട്ട് ലോ ഇറ്റ് സെൽഫ് ക്രിയേറ്റ്സ് സർട്ടൻ ഒബ്ലിഗേഷൻ ബിറ്റ്വീൻ പാർട്ടീസ്. ചില സന്ദർഭങ്ങളിൽ നിയമം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ തമ്മിൽ ഒരു ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യും. ആ ഒബ്ലിഗേഷൻ്റെ പുറത്ത് അവർ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇവർ തമ്മിൽ എഗ്രിമെൻറ്റുകളൊന്നും തന്നെയില്ല. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ കോൺട്രാക്ട്, ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് റിസംബിൾസ് എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റ് പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ഇൻകേപ്പബിളായ വ്യക്തിക്ക് നമ്മൾ നെസസറി സപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വ്യക്തിയുടെ പ്രോപ്പർട്ടി നമുക്ക് ഈടാക്കാം. അതൊരു ക്വാസി കോൺട്രാക്റ്റാണ്.
നമുക്ക് മറ്റൊരു വ്യക്തിയുടെ പേയ്മെൻറ്റ് നമ്മൾ കയറി അടയ്ക്കുകയാണെങ്കിൽ ആർക്ക് വേണ്ടിയാണോ അടിച്ച് ആ വ്യക്തിയുടെ കയ്യിൽ നമുക്ക് പണം മേടിക്കാം. നമ്മളും ആ വ്യക്തി തമ്മിൽ കോൺട്രാക്റ്റ് ഇല്ല, ബട്ട് ഇറ്റ് ക്രിയേറ്റ്സ് എ കോൺട്രാക്ട്, ബട്ട് ദ ക്രിയേറ്റ് എൻ ഒബ്ലിഗേഷൻ ബിറ്റ്വീൻ. നമുക്കൊരു ഉത്തരവാദിത്വം രണ്ടു പേർക്കും വന്നു അല്ലേ. അതുപോലെ തന്നെ നമ്മൾ അറിയാതെ മറ്റൊരാളുടെ ഗുഡ്സ് നമ്മുടേതെന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ഓണർക്ക് അത് മടക്കി കൊടുക്കേണ്ടത് ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയൊരു സാധനം നമ്മൾ കൈ കിട്ടിയാൽ അത് യഥാർത്ഥ ഓണർ വരുമ്പോൾ അവർക്ക് മടക്കി കൊടുക്കണം അത്. So this are type of cozy contract. The last one is payment by mistake or under coercion. അതായത് നമുക്കൊരു വ്യക്തി ബൈ മിസ്റ്റേക്കോ അല്ലെങ്കിൽ കൊയേഷൻ വെച്ച് അല്ലെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുത്തി നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് പണമോ മറ്റു കാര്യങ്ങൾ നമ്മുടെ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ വിറ്റ് ഈസ് അവർ ഡ്യൂട്ടി, അല്ലെങ്കിൽ ആ ഭീഷണിപ്പെടുത്തി നമ്മുടെ നിന്ന് മേടിച്ചതാണെങ്കിൽ വി ഹാവ് ടു റിട്ടേൺ ഇറ്റ്. മിസ്റ്റേക്കായിട്ട്, അതായത് ഒരു വ്യക്തി ബൈ മിസ്റ്റേക്കോ അണ്ടർ കൊയേഷനോ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പണമോ മറ്റു കാര്യങ്ങളോ മേടിച്ചിട്ടുണ്ടെങ്കിൽ that party have to repay or to return it. A person to whom the payment has been paid or anything delivered by mistake must repay or return. This is another type of cozy contract. These are all different types of cozy